നമുക്ക് മിനിസ്റ്റർക്ക് വേണ്ടി നമ്മുടെ ഈ പവലിയനിലെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി ഒരു കന്നഡ പദ്യം ചൊല്ലലാണ്. കന്നഡ പദ്യം. കന്നഡ മത്സരം ഉണ്ടായിരുന്നോ? ചൊല്ല്. ಗಳಗಳನೆ ಮುನ್ನ ಬೆಂದುಳಿದಿರ್ದ ಕರಿಗೊಳ್ಳಿಗಳನ್ನೆಲ್ಲವಂ ಸಿದುಗಿ ತಂದೊಟ್ಟಿ ಮೇಲೆ ಮಂಗಳಮಯ ಕುಮಾರನಂ ಪಟ್ಟಿರಿಸಿ ಕೆಲದೊಳುರಿವಗ್ನಿಯಂ ಪಿಡಿದು ನಿಂದು ಬೆಳೆದಲ್ಲಿ ಬೆಳೆ ಹುಟ್ಟಿದಲ್ಲಿ ಹುಟ್ಟೆಂದು ನುಡಿದು ಇಳುಹಲನುಗೇದು ಇಳುಹಲಾರದೆ ಅಳವಳಿದು ಬಾಯಳಿದು ಮೊರೆಯಿಟ್ಟಡಾದನಿಗೇಳ್ದು ನಿದ್ರೆ ತಿಳಿದದ್ದನ ಭೂಪಾಲನು. ഇതിന്റെ അർത്ഥം എന്താ മോളെ? അർത്ഥം ഹരിശ്ചന്ദ്രന്റെ മകൻ മരിച്ചതിനെ തുടർന്ന്. മിനിസ്റ്റർക്ക് കന്നഡ അറിയാമോ? എനിക്കറിയില്ല. മിനിസ്റ്റർക്ക് കന്നഡ ഗൊത്തില്ല. മോളെ പേര്? ആര്യനന്ദ കെ വി. ഏത് സ്കൂളിലാണ് മോളെ? ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ. കൂടാളി. കണ്ണൂരുള്ളവർക്ക് അറിയാം മിനിസ്റ്ററെ. കാസർഗോഡേക്ക് പോയ പക്ഷേ കൂടുതൽ ആളുകൾക്ക് കന്നഡ അറിയാലോ അല്ലേ മിനിസ്റ്ററെ? കന്നഡ സ്കൂളാണോ അത്? അല്ലല്ല, മോള് താമസിക്കുന്ന കന്നഡ ഏരിയയിലാണോ? അല്ല, ഞാൻ വേറെ പഠിച്ചതാ. വേറെ പഠിച്ചതാ കന്നഡ. നിങ്ങളുടെ അവിടെ ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ടീം വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ ആദ്യം സ്വീകരിച്ചേ ഞാനെല്ലാം വന്നു. ഓർമ്മയുണ്ടോ? കണ്ണൂർ ജില്ലയിലെ ടീമിനെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ച് ഞാൻ അന്നേരം ഉണ്ടായിട്ടില്ല. എന്നാ വന്നത്? ഇന്നലെ വരുമ്പം സാറ് വരുമ്പോൾ ഞാൻ ഉണ്ടായിട്ടില്ല. ഇല്ല. മിനിസ്റ്റർ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. അതെ. മിനിസ്റ്റർ ആണെന്ന് അറിയായിരുന്നോ? അറിയാം. എങ്ങനെയുണ്ട് കലാപരിപാടികളെല്ലാം? സ്കൂൾ കുട്ടികൾക്ക് മിനിസ്റ്ററെ ഭയങ്കര കൗതുകമായിരിക്കുമല്ലോ മന്ത്രിമാരെ നേരിട്ട് കാണുമ്പോഴും. തിരുവനന്തപുരത്തെ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവും, പക്ഷെ കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ വലിയ സന്തോഷമായിരിക്കും. അവരെല്ലാം ടെലിവിഷനിലൂടെയൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. ഇന്നിപ്പോൾ നമ്മുടെ കലാമണ്ഡലത്തിലെ കുട്ടികളെല്ലാവരും കൂടെ എൻ്റെ മുറിയിൽ വന്നിരുന്നു. അവർ എന്നോടൊപ്പം നിന്നൊരു ഫോട്ടോ എല്ലാം എടുത്ത് അവർക്ക് എല്ലാവർക്കും ട്രോഫിയെല്ലാം കൊടുത്ത് പിന്നെ അടുത്ത ആള് കാണാൻ വന്ന് വെയിറ്റ് ചെയ്യാണ്. എല്ലാവർക്കും മന്ത്രി അപ്പൂപ്പനെ കാണണമെന്നാണ് പറയുന്നത്. ആ വിളി ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും മന്ത്രി അപ്പൂപ്പനാണല്ലോ. നിങ്ങളെല്ലാം ആൻറ്റിയും അങ്കിളും, ഞാൻ അപ്പൂപ്പനും. അതെ. അപ്പോൾ മന്ത്രി അപ്പൂപ്പനെ കാണാം. താങ്ക് യു മോളെ. അപ്പോൾ അടുത്തതായിട്ടൊരു ഗായകനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് മിടുക്കിയായിട്ട് ഒത്തിരി സമ്മാനം കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ പവലിയനിലേക്ക് അടുത്തയാൾ വരികയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നിൽക്കാം.